എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു ഫോഴ്സ് ഗൂർക്ക എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലോങ് ട്രിപ്പ് പോണേക്കാൾ മുമ്പ് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. സോ ദിസ് വീഡിയോ ഇസ് ഗോണ ബി ഇൻ മലയാളം. സോ ദിസ് ഇസ് predominantly ഫോർ all the people I know and people who are from Kerala who is buying the gurkha. So I'll include subtitles in English for other people. Okay. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വണ്ടി ലോങ് ട്രിപ്പ് പോകണേക്കാൾ മുമ്പ് എന്തൊക്കെ ചെക്ക് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ പൊതുവെ മിക്കവർക്കും കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഇത് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്, വണ്ടി എടുത്തു, ആദ്യമായിട്ടൊരു 4-wheel ഡ്രൈവ് എടുത്തു, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഗൂർക്ക എടുത്തു, ഒരു ട്രിപ്പ് പോകണം, പക്ഷേ സർവീസ് സെൻ്ററിൽ എന്തെങ്കിലും എവിടെയും കൊടുത്തിട്ട് നമുക്കൊരു വിശ്വാസം വരുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ചെക്ക് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണം, വണ്ടി പോകാൻ പറ്റാത്ത കണ്ടീഷനാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വണ്ടിയിൽ നമ്മൾ എൻജിൻ ബേഡുള്ളിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ബേസിക് സാധനങ്ങൾ തന്നെ. ഗൂർക്കയിൽ നമുക്ക് ഫസ്റ്റ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എൻജിൻ ഓയിൽ. എൻജിൻ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് വണ്ടി വെറുതെ ഇട്ട് കഴിയുമ്പോഴേക്കും ഓയിലൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് വന്ന് ആവശ്യത്തിനുള്ള ഓയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും താഴെ. ആ സമയത്ത് നമ്മൾ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡിപ്സ്റ്റിക്ക് ഊരാം. ഡിപ്സ്റ്റിക്കിൽ 2 നോച്ചുകളുണ്ടാവും. എൻജിൻ ഓയിൽ ഒന്നില്ലെങ്കിൽ 2ൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മുകളിലത്തെ നോച്ചിന് തൊട്ടടുത്ത്, അവിടെ വരെ വരാൻ പാടുള്ളൂ. ഒരിക്കലും ഓവർഫിൽ ചെയ്യരുത്. പിന്നെ ആ സെക്കൻഡ് താഴത്തെ നോച്ചിൻ്റെ താഴെ പോകരുത്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ എൻജിൻ ഓയിലിൻ്റെ കാര്യം ഓക്കെയാണ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ. ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ബോണറ്റ് തുറന്ന് നോക്കുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ ഒരു മഞ്ഞ അടപ്പുള്ള ഗ്യാപ്പായിരിക്കും. അത് ഊരിയിട്ട് അതും ചെക്ക് ചെയ്യുക, കറക്റ്റ് ലെവലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ .4 ബ്രേക്ക് ഫ്ലൂയിഡ് മേടിച്ച് ടോപ്പപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ക്ലച്ച് ഫ്ലൂയിഡ് ലെവൽ. അതായത് ഗൂർക്കയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോളിക് ക്ലച്ചാണ്, ഹൈഡ്രോളിക് അസിസ്റ്ററാണ്. അപ്പോൾ ഹൈഡ്രോളിക് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ വർക്കിംഗ് ഇല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ബൈക്കിലെ ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഈ ക്ലച്ച് ഫ്ലൂയിഡ് ഇരിക്കുന്നത്. അതും തുറന്നിട്ട് ലെവലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ടോപ്പപ്പ് ചെയ്യാം. പിന്നെ ഉള്ളത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ലെവൽ. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബോണ്ട് തുറന്ന് നമ്മൾ, അതായത് റേഡിയേറ്ററിൻ്റെ വലത് ഭാഗത്തായിട്ട്, നമ്മൾ നോക്കുമ്പോൾ വലത് ഭാഗത്തായിട്ട്, അതായത് ഫ്രണ്ടിൽ നിന്ന് ബോണ്ട് തുറന്ന് നോക്കുമ്പോൾ വലത് ഭാഗത്തായിട്ട് ചെറിയൊരു മഞ്ഞ അടപ്പ്, അതാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് റിസർവോയർ. അതിൻ്റെ ക്യാപ്പ് തുറക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ശരി അത് തുറക്കുക, ഒന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും തുറക്കുക. തുറന്നിട്ട് അതിൻ്റെ ലെവലും മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ ഇടയിൽ നിൽക്കണം. അതാണെങ്കിൽ അതും ചെക്കാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫാൻ ബെൽറ്റ്. ഗൂർക്കയിൽ 2 ബെൽറ്റുകൾ വരുന്നുണ്ട്. ഒന്ന് ഫാൻ ബെൽറ്റ്, ഒന്ന് ആക്സറി ബെൽറ്റ്. ഫാൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ പമ്പ്, കൂളിംഗ് ഫാൻ, പിന്നെ ഓൾട്ടർനേറ്റർ. ഈ 3 സാധനങ്ങളാണ് ഞാൻ റൺ ചെയ്യണത്. ഇത് നേരെ ക്രാങ്കിൽ നിന്ന് തന്നെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ സ്റ്റിയറിങ്ങും AC കംപ്രസർ. ഈ 2 സാധനങ്ങളാണ് അതിനകത്ത് ഓടുന്നത്. ആക്സസറി ബെൽറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ആക്സസറി ബെൽറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നാലും പോയാലും വണ്ടി ഓടിക്കോളും, കുഴപ്പമില്ല. പക്ഷേ ഫാൻ ബെൽറ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണം, കാരണം വണ്ടിയുടെ വാട്ടർ പമ്പ് ആയിരുന്നാണ് റൺ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഫാൻ ബെൽറ്റിൻ്റെ ടെൻഷൻ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നീടൊരു വീഡിയോ ഉണ്ടാക്കണ്ടോ, എല്ലാം ഓരോന്നായിട്ട് പറഞ്ഞുതരാൻ വേണ്ടി. ഇത് ജസ്റ്റ് അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് ഇതൊക്കെ ഇന്ന സാധനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലൊരു മെക്കാനിക് ആണെങ്കിൽ ആൾക്കറിയാം എന്താ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഫാൻ ബെൽറ്റിൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഫാൻ ബെൽറ്റിൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം താഴേക്ക് വരും. നമുക്ക് പിടിച്ചറിയാൻ പറ്റണം. ഇത് കൂടിപ്പോയൊരു
1 സെൻറ്റിമീറ്റർ അനങ്ങാൻ പാടുള്ളൂ മാക്സിമം ഫാൻ ബെൽറ്റ്. അതിൽ കൂടുതൽ പാടില്ല ഒരിക്കലും. ഇത്തിരി ഒട്ടും അനങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഒരു 1/2 സെൻറ്റിമീറ്റർ കൂടുതൽ ഫാൻ ബെൽറ്റ് നീങ്ങാൻ പാടില്ല അമർത്തി നോക്കുമ്പോൾ. മറ്റേ നമ്മുടെ ആക്സറി ബെൽറ്റും ഇങ്ങനെ തന്നെയാണ്, ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടത്. ഈ 2 സാധനങ്ങൾ. പിന്നെ ഉള്ളത് എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. എയർ ഫിൽട്ടർ ഊരാൻ ലേശം ബുദ്ധിമുട്ടാണ്, എന്നാലും ഊരേണ്ടതും ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടുതരാം. ജസ്റ്റ് ഇത് പ്രിലിമിനറി വീഡിയോ ആണ്. അപ്പോൾ എയർ ഫിൽട്ടർ ഇപ്പോൾ നമ്മുടെ എയർ ഫിൽട്ടർ ബോക്സിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുറന്നിട്ട് നമ്മൾ സൺലൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ലൈറ്റ് കിടക്കണം. ലൈറ്റ് കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല കണ്ടീഷനാണെന്നാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് എപ്പോഴും 12 വോൾട്ട് ബാറ്ററിയാണ്. 12 പോയിൻറ്റ് സംതിങ്ങിൽ നിൽക്കണം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചാർജിങ് ആണെങ്കിൽ ഒരു 13-13.5 വോൾട്ട് വരെ കയറാം. അങ്ങനെയാണ് ബാറ്ററി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഒരു 6-7 ഒന്നും ആവാണ്ട് നോക്കണം. സ്റ്റാർട്ടിങ് ടൈമിൽ 6-7 വോൾട്ടൊക്കെ വരികയാണെങ്കിൽ ബാറ്ററി കുറച്ച് വീക്കാണെന്നാണ് എൻ്റെ അർത്ഥം. നെക്സ്റ്റ് ജസ്റ്റ് വൈപ്പർ ഫ്ലൂയിഡ്. അതെല്ലാം ബേസിക്കാണ്. നമ്മുടെ ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഒരു വൈറ്റ് കളർ ഒരു കണ്ടെയ്നർ ഉണ്ടാവും, അതാണ് വൈപ്പർ ഫ്ലൂയിഡ്. അത് ടോപ്പപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നീടുള്ള ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ട് വിസിബിളായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കി വയ്ക്കുക. ചില ലീക്കുകൾ ഓക്കെയാണ്, ചില ലീക്കുകൾ ഇത്തിരി സീരിയസ് ആണ്. മെയിൻലി നോക്കേണ്ടത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വീഴുണ്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടും ഇതേ കാര്യം ചെക്ക് ചെയ്യുക, വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഡ്രിപ്പ് ചെയ്ത് വീഴുണ്ടോന്ന്. ഡ്രിപ്പ് ചെയ്ത് വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എ സിയുടെ വെള്ളം ഡ്രിപ്പ് ചെയ്ത് വീഴും. എ സി ഓണാക്കിയിട്ടാണ്, എ സി ഓഫാക്കിയിട്ടാണ്. എന്നിട്ടും അതായത് എ സി നമ്മൾ വണ്ടി ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ് കുറേ ഡ്രിപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്കോ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. എൻജിൻ ഓയിൽ, ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ് ഒന്നും ഡ്രിപ്പ് ചെയ്ത് വീഴാൻ പാടില്ല വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ നെക്സ്റ്റ് അണ്ടർ ബോഡിയിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സസ്പെൻഷൻ റിലേറ്റഡ് നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളിലെ എല്ലാ ബോൾട്ടുകളും ടൈറ്റാണോ ലൂസാണോ എന്ന് നോക്കണം. ഈ പറഞ്ഞ സാധനങ്ങൾ ഏതെങ്കിലും ലൂസാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള സ്പാനറോ ഇതോ വെച്ചിട്ട് സാധനം ടൈറ്റാക്കുക. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അതായത് ഗൂർക്കയിൽ BS4 ഗൂർക്ക പ്രത്യേകിച്ച് വരുന്നത് 3 പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളാണ്. ഒരെണ്ണം ഗിയർ ബോക്സിൽ നിന്ന് ട്രാൻസ്ഫർ കേസിലേക്ക്, പിന്നെ ഒരെണ്ണം ട്രാൻസ്ഫർ കേസിൽ നിന്ന് ബാക്കിലത്തെ ഡിഫറൻഷ്യലിലേക്ക്, പിന്നെ ഒന്ന് ട്രാൻസ്ഫർ കേസിൽ നിന്ന് ഫ്രണ്ട് ഡിഫറൻഷ്യലിലേക്ക്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ ഓരോന്നായിട്ടും നമ്മൾ ജസ്റ്റ് കൈ പിടിച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലേ വരാൻ പാടുള്ളൂ. ഇത് കൂടുതൽ പ്ലേ ഉണ്ട്, സാധനം മുകളിലേക്കും താഴേക്കും കൂടുതൽ അനങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ ഒരു യു ജോയിൻറ്റ് വരുന്നുണ്ട്. യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ സാധനം യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ 2 സൈഡിലും പിടിക്കുക. എന്നിട്ട് ഷാഫ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുക. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പ്ലേ വരാൻ പാടില്ല. പ്ലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ജോയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സർവീസബിൾ യൂണിവേഴ്സൽ ജോയിൻ്റ് ആണെങ്കിൽ, ഗൂർക്കയിലൊന്നും സർവീസബിൾ യൂണിവേഴ്സൽ ജോയിൻറ്റ് വരില്ല, അതുകൊണ്ട് നമ്മൾ ആ കേസ് വിട്ട് കളയാം. അല്ലാത്ത വിധം ഇങ്ങനെ പ്ലേ വരേണ്ടതെന്നുണ്ടെങ്കിൽ മറ്റേ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് യൂണിവേഴ്സൽ ജോയിൻറ്റ് മാറ്റേണ്ടതാണ്. ഇതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സൽ ജോയിൻറ്റും വണ്ടിയിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. അതായത് ഡിഫറൻഷ്യലിൽ നിന്ന് 2 CV ജോയിൻറ്റുകളാണ് നമ്മുടെ വീലുകളിലേക്ക് പോണത്. ഇപ്പോൾ ഈ CV ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ജോയിൻ്റ് എന്ന് പറയുന്നത്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CV ജോയിൻറ്റിൽ ഒരു സൈഡിൽ 2 ബൂട്ട് വരുന്നുണ്ട്. ഒരു ബൂട്ട് റബ്ബർ ബൂട്ട്, ഒരു കറുത്ത കളറിൽ റബ്ബർ ബൂട്ട് വീലിൻ്റെ അടുത്ത്, ഒരെണ്ണം ഡിഫറൻഷ്യലിൻ്റെ അടുത്ത്. ഈ 2 റബ്ബർ ബൂട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ഇതിലെവിടെയെങ്കിലും ടയറുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ, ഗ്രീസ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ. റബ്ബർ ബൂട്ടിൻ്റെ 2 സൈഡിൽ നമ്മൾ ലോക്ക് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റൻ ചെയ്തിട്ടുണ്ട്. ഈ 2 ലോക്കുകൾ പൊട്ടിപ്പോയിട്ടുണ്ടോ, ഇത് രണ്ടും നോക്കണം. ഇതിലേതെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റബ്ബർ ബൂട്ട് മാറ്റണം, അല്ലെങ്കിൽ പുതിയ ലോക്ക് ഇടണം. റബ്ബർ ബൂട്ട് കീറിയിട്ടുണ്ടെങ്കിൽ റബ്ബർ ബൂട്ട് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ലോക്ക് മേടിച്ചിടേണ്ടി വരും. ഇതാണ് ഫ്രണ്ട് സൈഡിൽ നോക്കേണ്ടത്. പിന്നെ അടുത്ത ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ
ലോങ് ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് റെഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. ജാക്കി വെച്ചിട്ട് ഓരോ വീലും പൊക്കി നോക്കാം. അതായത് ഫ്രണ്ടിലാണെങ്കിൽ ഒരു സൈഡിൽ ജാക്കി വയ്ക്കുക, പൊക്കി കഴിഞ്ഞ് വീൽ എയറിലായി കഴിയുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് നമ്മൾ ഫ്രണ്ടിൽ 2 സൈഡിൽ നിന്ന് പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ മോഷനിൽ ഇളക്കി നോക്കാം, വല്ല പ്ലേ ഉണ്ടെന്ന് അറിയണം. പിന്നെ മുകളിലും താഴെയും പിടിച്ച് ഇളക്കി നോക്കാം, അപ്പോഴും പ്ലേ ഉണ്ടെന്ന് അറിയണം. വളരെ ചെറിയ പ്ലേ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് പ്ലേ ഇല്ലാതെ തന്നെ പറയാം. ഒന്നില്ലെങ്കിൽ ഒട്ടും പ്ലേ ഇല്ല, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലേ, ഇത് മാത്രമേ വരാവൂ. ഓക്കെ, അതിൽ കൂടുതൽ പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ സൈഡ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വണ്ടി സ്പീഡിൽ പോണ സമയത്ത് വീല് വോബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വോബിൾ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വെട്ടൽ തുടങ്ങും, നമ്മുടെ വണ്ടി കയ്യിൽ നിൽക്കില്ല. ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 സൈഡും ചെക്ക് ചെയ്യണം. അത് പിന്നെ ഉള്ളത് ബാക്ക് സൈഡും. ഈ വോബിൾ വരാൻ ഒന്നില്ലെങ്കിൽ വീൽ ബെയറിംഗ് പോയിട്ടാണെങ്കിലും വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുഷ് പോയിട്ടായാലും വരാൻ പറ്റും. എന്തായാലും ഇത് ചെക്കപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് ആക്സിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സൈഡ് പൊക്കി വയ്ക്കുക. വീലിൽ വല്ല പ്ലേ ഉണ്ടോ അനക്കമുണ്ടോ ഒന്ന് നോക്കുക. ഒരു പ്രാവശ്യം കറക്കി നോക്കുക. കറങ്ങുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണോ കറങ്ങണേന്ന് നോക്കുക. ഇനി ഇതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അടിയിൽ, അതായത് അടി കയറി കഴിഞ്ഞാൽ ചെറിയൊരു നമ്മളെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്, ഒരു ഗ്രീസ് ഗണ്ണ് മേടിക്കുക. അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടായാലും ചെയ്യാവുന്നുള്ളത്. ഇപ്പോൾ വീട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഗ്രീസ് ഗണ്ണ് മേടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളുമേ ഓരോ സൈഡിലായിട്ട് ഗ്രീസ് നിപ്പിളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 3 ഗ്രീസ് നിപ്പിളുണ്ടാവും, ഒരെണ്ണം ഓരോ ഷാഫ്റ്റും വെച്ചിട്ട്. എന്നിട്ട് ഓരോ ജോയിൻറ്റും ഗ്രീസ് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടേണ്ടതാണ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഇൻറ്റീരിയർ. ലോങ് ട്രിപ്പ് പോകണേക്കാൾ മുമ്പ് ഇത് എപ്പോഴും ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുമ്പോൾ പെഡൽ കാലിലടി കിടന്നിങ്ങനെ സൈഡിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ അടിയിലത്തെ പാനൽ അയച്ചിട്ട് ഈ ക്ലച്ച് പെഡലിൻ്റെയും ബ്രേക്ക് പെഡലിൻ്റെയും മുകളിലായിട്ട് 2 ഗ്രീസ് നിപ്പുകളുണ്ട്. അത് രണ്ടിലും ഗ്രീസ് അടിക്കണം. അപ്പോൾ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ ആക്ഷൻ ഒന്നുകൂടി സ്മൂത്ത് ആവും, ഈ പ്ലേയും വരില്ല. പിന്നെ വരേണ്ടത് ബോഡി സൈഡ് എന്തൊക്കെ ചെക്ക് ചെയ്യണം. ഗൂർക്കയ്ക്ക് ഇലക്ട്രിക്കൽസ് ചില വണ്ടികൾക്ക് കംപ്ലൈൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും, അതായത് ഫസ്റ്റ് എല്ലാവരും വിട്ടുപോകണ കാര്യം, അത് ഹെഡ്ലൈറ്റ് 2 വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതായത് വണ്ടി ഓൺ ചെയ്ത് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് 2 ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ ഹൈ ബീം ഇട്ടിട്ട് ഫ്രണ്ടിൽ പോയിട്ട് 2 ലൈറ്റും കത്തുന്നുണ്ടോ നോക്കുക. പിന്നെ ഇൻഡിക്കേറ്റർ, അതായത് 4-way ഫ്ലാഷർ ഇടുക. എന്നിട്ട് മൊത്തം വണ്ടിയിൽ 1 2 3 4 8 ഇൻഡിക്കേറ്റർ ലാമ്പുകളുണ്ട്. അതായത് ഫ്രണ്ടിൽ ബോണറ്റുമ്പോൾ 2 ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലായിട്ട് 2 പിന്നെ ബോഡിയുടെ സൈഡിലായിട്ട് 2 ചെറുത്, പിന്നെ ബാക്കിൽ 2 ഈ 8 ഇൻഡിക്കേറ്റർ ലാമ്പും കത്തുന്നുണ്ടോ നോക്കുക. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക. മുകളിൽ നമ്മുടെ ഡോറിൻ്റെ അവിടെയായിട്ടൊരു അസംബ്ലി ഉണ്ട്, അത് വർക്ക് ചെയ്തില്ലെങ്കിലും അത്ര നിർബന്ധമുള്ള കാര്യമല്ല, ചെക്ക് ചെയ്തില്ലെങ്കിലും. പിന്നെ ഉള്ളത് റിവേഴ്സ് ഇടുന്ന സമയത്ത് റിവേഴ്സ് ലൈറ്റ് കത്തുന്നുണ്ടോന്ന്. ഇത് പൊതുവെ ആരും ചെക്ക് ചെയ്യാത്ത കാര്യം. ഒന്ന് കീ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ട് റിവേഴ്സ് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ബാക്കിൽ പോയിട്ട് 2 റിവേഴ്സ് ലൈറ്റും കത്തുന്നുണ്ടോന്ന് നോക്കാം. ഇത്ര ആയി കഴിഞ്ഞാൽ വണ്ടി ഏതാണ്ട് റെഡിയാണ് നമുക്കൊരു ലോങ് ട്രിപ്പിന് പോകാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ അറിയിക്കാം. ഞാനത് എന്തായാലും അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതെല്ലാവർക്കും ഇതറിഞ്ഞില്ലെങ്കിൽ ആരും വണ്ടി ഓടിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയർ പ്രഷർ എല്ലാ ട്രിപ്പിനും പോകണേക്കാളും മുമ്പ് പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഒരു 100 കിലോമീറ്ററോ ഒരു 200-300 കിലോമീറ്റർ കൂടുമ്പോഴും ചെക്ക് ചെയ്യേണ്ട സാധനമാണ് ടയർ പ്രഷർ. ഒരു 4-wheeler വണ്ടിക്ക് പ്രത്യേകിച്ച് പ്രഷർ വണ്ടിയുടെ മാനുഫാക്ചററുടെ റെക്കമെൻഡേഷനെ ഞാനും പറയുള്ളൂ. കാരണം ഓരോ വണ്ടിയുടെ വെഹിക്കിൾ വെയിറ്റൊക്കെ അനുസരിച്ചാണ് ടയർ പ്രഷർ അവർ തീരുമാനിച്ച് വെച്ചേക്കണത്. ഈ ടയർ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം പ്രഷറുണ്ട്, ലേഡണും അൺലേഡണും. മിക്ക 4-wheeler അങ്ങനെയായിരിക്കും വരിക. ലേഡൺ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വണ്ടിയുടെ നമ്മൾ നല്ലോണം ഫുൾ ലോഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ടയറിൽ സെറ്റ് ചെയ്യേണ്ട പ്രഷർ. പിന്നെ അൺലേഡൺ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് അല്ലാണ്ട് മിനിമം ലോഡിൽ പോകുന്ന സമയത്തുള്ള പ്രഷർ. അപ്പോൾ പൊതുവെ ഈ ഫ്രണ്ട് ടയറിലെ പ്രഷർ ലേഡനിലും അൺലേഡനിലും സെയിം ആയിരിക്കും. ഈ ബാക്ക് ടയറിലായിരിക്കും പ്രഷറിൽ വ്യത്യാസം വരിക. അത് നിങ്ങൾ സാധാ HT ടയറിൽ ഒരു പ്രഷറായിരിക്കും, MT ടയറിൽ വേറെ പ്രഷറായിരിക്കും,
അത് നിങ്ങളുടെ വണ്ടിക്ക് അനുസരിച്ച് ഈ പ്രഷർ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി അടിക്കേണ്ടതാണ്. ചിലതിന് എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ HT ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹൈവേയിൽ ഒരു 37 വരെ അടിച്ചാലും സ്റ്റാർട്ടാവുന്നില്ലാണ്ട് വണ്ടി പൊക്കോളും. എന്നാൽ സിറ്റിയുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു 33-34 കൂടുതൽ പോയിട്ട് കാര്യമില്ല. കാരണം കുഴിയൊക്കെ ചാടുമ്പോൾ വണ്ടി നല്ല രീതിയിൽ ചാട്ടം വരും. എന്നാൽ ഹൈവേയിൽ ഇത്രയും കട്ടറും കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ MT ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റ് ചെയ്യണ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റോഡ്, അതായത് ഹൈവേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 35 കോൾഡ് ടയർ പ്രഷറാണ് ഞാൻ പറയുന്നത്. അതായത് വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കേണ്ട പ്രഷർ അതൊരു 35 അടിക്കും. വണ്ടി റണ്ണിങ്ങിൽ ചൂടായി വരുമ്പോൾ അതൊരു 37.5 ആ റേഞ്ച് വരെ എത്താം. അപ്പോൾ MT ടയറിൽ 35 എന്തുകൊണ്ട് അടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT ടയറിൻ്റെ പൊതുവെ ടയർ കാർക്കസ് കൂടുതലാണെന്ന് പറയാം. കാർക്കസ് എന്ന് പറയുമ്പോൾ ടയറിൽ മെറ്റീരിയൽ വളരെയധികം കൂടുതലാണ്. അതായത് MT ടയർ പൊതുവെ HT ടയറിനേക്കാളും തിക്കറാണ്. അതിൻ്റെ റബ്ബർ അതിനകത്ത് കൂടുതലുണ്ട്. അപ്പോൾ എയർ കുറഞ്ഞാൽ തന്നെ ടയർ ഡീഫ്ലേറ്റ് ചെയ്യണത്, അതിൻ്റെ ഷേപ്പ് മാറുന്നത് വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് ഇത്തിരി പ്രഷർ കുറച്ചടിച്ചാൽ മതി MT ടയറിന്. MT ടയറിൽ തന്നെ നമ്മളിപ്പോൾ സിറ്റി യൂസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 33 അല്ലെങ്കിൽ 32 PSI, 30 to 33 അടിക്കാം. ഇതിലേതടിച്ചാലും വലിയ കുഴപ്പമില്ല. പ്രത്യേകം എല്ലാവരും MT ടയർ മേടിച്ചിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ HT ടയറിനെക്കാളും MT ടയർ പ്രഷറിന് വളരെയധികം സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ റോക്ക് ക്രോളിങ് അല്ലെങ്കിൽ ബീച്ചിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പ്രഷർ ഗൂർക്കയിൽ പ്രത്യേകിച്ച് ഒരു 18 മുതൽ 24 വരെ ആവാം പ്രഷർ. അത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ വണ്ടിയിൽ ഉള്ള വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രേവൽ റോഡ്, അതായത് ചെറിയ കല്ല് ചരൽ ഒക്കെ ഉള്ള റോട്ടിൽ ഓടിക്കുമ്പോൾ, അതായത് റോഡില്ല പക്ഷേ ചരൽ വെച്ചിട്ട് ഒരു പാതയുണ്ട് അവിടെ, അങ്ങനത്തെ റോട്ടിൽ ഓടിക്കുമ്പോൾ നമ്മളൊരു 28-30 ആ റേഞ്ചിൽ യൂസ് ചെയ്യാം. എന്നാൽ സിറ്റിയുടെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 33 PSI അത്ര വെച്ച് റൺ ചെയ്യാം. പിന്നെ ഹൈവേയിൽ വരുമ്പോൾ 35. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷർ. ഇത്ര നാൾ ഞാൻ വണ്ടി യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്കിതാണ് കുറച്ചും കൂടി കറക്റ്റായിട്ട് തോന്നിയത്. ഇത് കൂടാണ്ട് നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പിന് പോണേക്കാളും മുമ്പ് വണ്ടിയുടെ ടയർ ഒന്ന് അലൈൻമെൻറ്റും ബാലൻസിങ്ങും റൊട്ടേഷനും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ടയറിൻ്റെ ഭാഗത്ത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ എൻജിൻ ഓയിൽ അല്ലാതെ വേറെ 4 സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടിയിൽ ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗിയർ ബോക്സ്, ട്രാൻസ്ഫർ കേസ്, ഫ്രണ്ട് ഡിഫറൻഷ്യൽ, ബാക്ക് ഡിഫറൻഷ്യൽ. അപ്പോൾ അണ്ടർ ബോഡിയിൽ കയറുന്ന സമയത്ത് ഈ 4 സ്ഥലം കൂടി ചെക്ക് ചെയ്യണം. ഇതിനകത്തൊന്നിന്നും ഓയിൽ ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വീഴാൻ പാടില്ല. ചെറിയ ലീക്ക് വിട്ട് കളയാം. അപ്പോൾ കാര്യമായിട്ട് വണ്ടി ഡ്രിപ്പ് ചെയ്ത് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ ചെക്ക് ചെയ്യിക്കണം. അല്ലാത്ത വിധം 14 സൈസിൻ്റെ ഒരു Allen key വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ 4 സാധനത്തിലും 2 ബോൾട്ടുകളുണ്ടാവും 14 സൈസിൻ്റെ. താഴെ വരുന്നത് ഡ്രെയിൻ ബോൾട്ടാണ്, അതായത് നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാം. പിന്നെ വരുന്നത് ഫിൽ ബോൾട്ടാണ്. ഈ ഫിൽ ബോൾട്ടുകളാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് ലെവൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ Allen keyയുടെ കൂടെ ഒരു നീളമുള്ള പൈപ്പ് വെച്ചിട്ട് ആയിരിക്കണം തുറക്കാൻ, അല്ലെങ്കിൽ അത് തുറന്നു വരില്ല. ഗിയർ ബോക്സിൻ്റെ പ്രത്യേകിച്ച് അതൊരു അലുമിനിയത്തിൻ്റെ ഇതാണ്, കേസിങ് ആയതുകൊണ്ട് തന്നെ സാധനം റൺ ചെയ്ത് കഴിയുമ്പോൾ ബോൾട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആവും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫിൽ ബോൾട്ട്, അതായത് മുകളിലത്തെ ബോൾട്ട്, ഈ ഡിഫറൻഷ്യൽ, ഗിയർ ബോക്സ്, ട്രാൻസ്ഫർ കേസ്, ബാക്ക് ഡിഫറൻഷ്യൽ 4ൻ്റെയും ഫിൽ ബോൾട്ട് ലൂസാക്കിയിട്ട് വണ്ടി നിരപ്പായിട്ട് സ്ഥലത്തിട്ടിട്ട് വേണം ഈ പറഞ്ഞ എല്ലാ ഫ്ലൂയിഡ് ലെവൽ ചെക്കിങ്ങുകൾ ചെയ്യാൻ. അപ്പോൾ നിരപ്പായ സ്ഥലത്തിട്ടിട്ട് ഫിൽ ബോൾട്ടുകളെല്ലാം അയച്ചു കഴിയുമ്പോൾ ജസ്റ്റ് 1-2 തുള്ളി അതിൽ നിന്ന് ഡ്രിപ്പ് ചെയ്ത് വീഴണം പുറത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ വിരൽ അതിൻ്റെ ഉള്ളിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെവൽ വേണം. ഈ പറഞ്ഞ ഓയിലുകളെല്ലാം എല്ലാ ലെവലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത വിധം ഇത് ഗിയർ ഓയിൽ വെച്ചിട്ട് ടോപ്പപ്പ് ചെയ്യാം. പൊതുവെ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75W90 ആണ് നമ്മുടെ വെയിറ്റ് വരുന്നത് ഗിയർ ഓയിലിന്. അപ്പോൾ ഫ്രണ്ടിൽ ഡിഫറൻഷ്യലുകളിൽ GL 5 റേറ്റിംഗ് ഉള്ള ഗിയർ ഓയിൽ വെച്ച് ടോപ്പപ്പ് ചെയ്യാം.
ഗിയർ ബോക്സിലും ട്രാൻസ്ഫർ കേസിലും GL4 ഗ്രേഡ് റേറ്റിംഗ് ഉള്ള ഗിയർ ഓയിൽ വെച്ച് വേണം ടോപ്പപ്പ് ചെയ്യാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൂർക്കയിൽ മാത്രമല്ല, ഏതൊരു 4-wheel ഡ്രൈവ് ഈ പറഞ്ഞ എല്ലാം ഉള്ള, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഫീച്ചേഴ്സും ഉള്ള 4-wheel ഡ്രൈവിൽ ഏതിൽ വേണമെങ്കിലും ഈ പറഞ്ഞ ചെക്കുകൾ ചെയ്താൽ നന്നായിരിക്കും നിങ്ങളോട് ട്രിപ്പ് പോകണേക്കാളും. പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രിലിമിനറി ചെക്ക്. ഇതിനെ എല്ലാവർക്കും ജസ്റ്റ് ഓർത്ത് വയ്ക്കാനുള്ളൊരു വീഡിയോ ആണ്. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കണ്ട് നോക്കുക ഇറങ്ങുമ്പോൾ. പിന്നെ ഇനി വരാൻ പോണ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ 2.5 കൊല്ലം 50,000 കിലോമീറ്ററിൻ്റെ റിവ്യൂ ഇത് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എല്ലാ 5,000 കിലോമീറ്ററിലും എല്ലാ 10,000 കിലോമീറ്ററിലും എന്തൊക്കെ വണ്ടിയിൽ ചെക്ക് ചെയ്യണം, എന്തൊക്കെ മെയിൻ്റനൻസ് ഗൂർക്കയ്ക്ക് വരും, ഇതൊക്കെയാണ് അടുത്ത വീഡിയോസ് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാം. താങ്ക് യു.